എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ C#നകത്തുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ഒരുപാട് കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തു. ഈഫ്, ഈഫ് എൽസ്, സ്റ്റഡി ഈഫ് എൽസ്, ഈഫ് ലാഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഈ ഈഫ് എൽസ്, ഈഫ് ലാഡർ പോലൊത്ത ഒരു ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ ചെറിയ ചെറിയ കുറച്ച് ഡിഫറൻസസ് ആണുള്ളത്. അപ്പോൾ ഓരോ ടൈപ്പ് പ്രോഗ്രാമിനനുസരിച്ചാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. സ്വിച്ച് ആണോ ഈഫ് എൽസ് ഈഫ് ലാഡർ ആണോ വേണ്ടത് എന്നുള്ളത്. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരുപാട് കണ്ടീഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളൊരു ടൈമിൽ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഏതാണോ ട്രൂ ആയിട്ട് വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ നടത്തുക. ഈഫ് എൽസ് ഈഫ് ലാഡർ പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ സിൻറ്റാക്സിനകത്തും അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഐഡിയക്ക് അനുസരിച്ചൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് എന്ന് മാത്രം. നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം, ഈഫ് എൽസ് ഈഫ് ലാഡറും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ്. നമുക്ക് അടുത്തത് അങ്ങനെ ഒരു വീഡിയോ സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വരുന്ന സിൻറ്റാക്സ് ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. സ്വിച്ച് എക്സ്പ്രഷൻ, അതായത് നമ്മൾ ആദ്യം എങ്ങനെയാണ് തുടങ്ങുക, നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുമ്പോഴൊക്കെ ആദ്യം തുടങ്ങും. എന്നിട്ട് നമ്മൾ ഈ ഒരു ലോജിക്കിലേക്ക് വരുമ്പോൾ എന്താ നടക്കുന്നത്, സ്വിച്ച് എക്സ്പ്രഷൻ, അതായത് അത് നമ്മൾ സ്വിച്ച് എന്ന കീവേഡ് യൂസ് ചെയ്യും. എന്നിട്ട് എന്താണോ എക്സ്പ്രഷൻ നമുക്ക് കൊടുക്കേണ്ടത്, ഇപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്കിന് ബേസ് ചെയ്തിട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷൻ അതിനുണ്ടായിരിക്കും. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊരു നമ്പറിൻ്റെ ബേസ് ചെയ്ത് പറയുന്നെങ്കിൽ എക്സ്പ്രഷനകത്ത് നമ്പർ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ കേസസ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ എങ്ങനെയാണ് കൊടുത്തിരുന്നത്, ഈഫ് എൽസ് ഈഫ് ലാഡറിനകത്ത് നമ്മൾ കണ്ടീഷൻ 1, കണ്ടീഷൻ 2 അങ്ങനെയല്ലേ കൊടുത്തത്. ഇവിടെ കൊടുക്കുമ്പോൾ ഓരോ കേസ് ആയിട്ടാണ് കൊടുക്കുക. ഇതെവിടെ കൊടുത്തത് നോക്കാം, കേസ് വാല്യൂ 1. നമ്മൾ കണ്ടീഷൻ 1ന് പകരം ഇവിടെ കേസ് വാല്യൂ 1 എന്നാണ് ആദ്യം കൊടുത്തത്. എന്നിട്ട് ആ വാല്യൂ 1 ആണ് ട്രൂ ആവുന്നത് എങ്കിൽ, അല്ലെങ്കിൽ മാച്ച് ആവുന്നത് എങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ബ്രേക്ക് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. ബ്രേക്ക് എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു സ്വിച്ചിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ 1 ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് അടിച്ച് പോരും, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി കേസ് വാല്യൂ 2 ആണെങ്കിൽ അതിൻ്റെ കോഡ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് ബ്രേക്ക് അടിക്കുക. അപ്പോൾ ചിലപ്പോൾ ചിലതിൻ്റെ കേസിൽ വാല്യൂ 1 ആയിരിക്കും, ചിലത് വാല്യൂ 2 ആയിരിക്കും. ഏതാണോ നമ്മൾ അതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത്, ഇൻപുട്ട് വാല്യൂ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് എക്സിക്യൂഷൻ നടക്കുക. അപ്പോൾ ഏത് വാല്യൂ കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ബ്രേക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കീവേഡാണ്. അതിൻ്റെ സിൻറ്റാക്സിനകത്ത് തന്നെ ഉള്ള ഒന്നാണ് ഈ ബ്രേക്ക് എന്ന് പറഞ്ഞത്. കാരണം അത് സ്വിച്ചിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം. പകരം നമ്മൾ ഈഫ് എൽസ് ഈഫ് ലാഡറിനകത്ത് നമ്മൾ കേളി ബ്രേസസ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. ഇവിടെ അതില്ല, പകരം നമ്മൾ ബ്രേക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കേസ് വാല്യൂ 2, 3 എക്സെട്ര എന്ന് വരെ കൊടുക്കാം. ഫൈനലി നമ്മൾ എന്താണ്, ഏത് വരെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഡിഫോൾട്ട് ഓപ്ഷൻ കൊടുക്കും. അതിനകത്ത് എന്താണ്, കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് ഓൾ കേസസ് ആർ നോട്ട് മാച്ച്. നമ്മൾ നേരത്തെ കൊടുത്ത ഒരു വാല്യൂസും മാച്ച് ആവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കേസ് മാച്ച് ആവുന്നില്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ് ഈ ഡിഫോൾട്ട് എന്ന് പറഞ്ഞ കേസ്. എന്നിട്ടും ബ്രേക്ക് കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ അതിനകത്തുനിന്ന് എക്സിറ്റ് അടിച്ച് പോരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. എന്താണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നടക്കുന്നുള്ളത്. ഫസ്റ്റ് എന്താണ്, എക്സ്പ്രഷൻ കൊടുത്തു. അത് ഞാൻ പറഞ്ഞു മാർക്കാവാം, നമ്പർ ആവാം, എന്താണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത്, ഗ്രേഡ് ആവാം. ആ ഒരു എക്സ്പ്രഷനാണ് അവിടെ മീൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കേസ് 1ലേക്ക് വന്നു. അത് അതിൻ്റെ ലോജിക്ക് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് ബ്രേക്ക് അടിച്ചിട്ട് എക്സിറ്റ് അടിക്കും. അതെല്ലാം അൺമാച്ച്ഡ് ആണെങ്കിൽ കേസ് 2ലേക്ക് പോകും, എന്നിട്ടത് മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. മാച്ച് ആയാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് ബ്രേക്ക് അടിച്ചിട്ട് എക്സിറ്റ് അടിക്കും. ഇനി അതും അൺമാച്ച്ഡ് ആണെങ്കിൽ കേസ് 3ലേക്ക് പോകും, കേസ് 4ലേക്ക് പോകും, അങ്ങനെ ഏത് വരെ, കേസ് n വരെ നമുക്കത് എക്സിക്യൂഷൻ നടക്കും. എന്നിട്ട് അങ്ങനെ കേസ് n വരെ ചെയ്യും. അതായത് ഒക്കെ അൺമാച്ച്ഡ് ആണെങ്കിൽ കേസ് n മാച്ചാണോ നോക്കും. അത് മാച്ച് ആയാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും.
അതുമല്ല എങ്കിൽ നമ്മൾ ഡിഫാൾട്ടിലേക്ക് പോകും. അവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ കൊടുത്തിട്ടുള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ബ്രേക്ക് അടിച്ച് എക്സിറ്റ് അടിച്ചു പോകും. അങ്ങനെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നടക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് സ്വിച്ച് എക്സാമ്പിൾ. ഇതൊക്കെ നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മെയിൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ കൺസോൾ ചെയ്യാണ്. റൈറ്റ് ലൈൻ എൻ്റർ ചെയ്യ നമ്പർ. യൂസറോട് നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ചിലപ്പോൾ മാർക്കിൻ്റെ കേസിലാണെങ്കിൽ എൻ്റർ ദി മാർക്ക് എന്നൊക്കെ നമുക്ക് പറയാം. എന്നിട്ട് ഇൻഡിനം കൺവേർട്ട് ടു ഇൻഡ് 32 കൺസോൾ റീഡ് ലൈൻ കൊടുക്കും. നമ്മൾ പറഞ്ഞു റീഡ് ലൈൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ സ്കാൻ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ റീഡ് ചെയ്തെടുക്കുന്നത്. അതൊരു സ്ട്രിങ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റീജർക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അതിനാണ് കൺവേർട്ട് ടു ഇൻ 32 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ് നെക്സ്റ്റ് നമ്മൾ സ്വിച്ചിലേക്ക് കിടക്കുകയാണ്. ഇവിടെ സ്വിച്ച് നം എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്രഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ നമ്പറാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് മാർക്കും ഗ്രേഡൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മൾക്ക് ഇഷ്ടമുള്ള ലോജിക്ക് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ചെറിയൊരു പ്രോഗ്രാം എക്സാമ്പിളായിട്ട് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്പർ വെച്ചിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് എന്താണ്? കേസ് 10. അതായത് ഈ നമ്പർ 10 ആണെങ്കിൽ കൺസോൾ റൈറ്റ് ലൈൻ ഇറ്റ് ഈസ് 10. അതായത് ജസ്റ്റ് എന്ത് ചെയ്യുക? റൈറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് കൊടുക്കുക. ഇറ്റ് ഈസ് 10, അത് 10 ആണ് എന്ന് നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് കൊടുക്കുക. അതാണ് അവിടെ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. എന്നിട്ട് ബ്രേക്ക് അടിച്ച് എക്സിറ്റ് അടിച്ച് പോരുക. അതായത് ഫസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ 10 ആണോ അല്ലയോ എന്നുള്ളതാണ്. 10 ആണെങ്കിൽ അവിടെ തന്നെ കഴിഞ്ഞു. ബ്രേക്ക് ചെയ്ത് എക്സിറ്റ് അടിച്ച് പോരാ. 10 ആണെന്ന് ജസ്റ്റ് മെസ്സേജ് കൊടുത്താൽ മതി. ഇനി അതല്ല യൂസർ 20 ആണ് ടൈപ്പ് ചെയ്യുന്നത് എങ്കിൽ എന്തായിരിക്കും? സെക്കൻഡ് കേസാണ് എക്സിക്യൂട്ട് ആവുക. ഇറ്റ് ഈസ് 20 എന്നാണ് ഔട്ട്പുട്ട് വരിക. എന്നിട്ട് ബ്രേക്ക് അടിച്ചിട്ട് എക്സിറ്റ് അടിച്ച് പോരാം. അതായത് യൂസർ എന്താണോ കൊടുക്കുന്നത് എന്ന് സിസ്റ്റം നമുക്ക് കാണിച്ചു തരാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത കേസ് വരുന്നത് 30 ആണ്. അവിടെ എന്താണ് ഔട്ട്പുട്ട് വരിക? ഇറ്റ് ഈസ് 30. അപ്പോൾ 30 ആണ് ഔട്ട്പുട്ട് എന്ന് അവിടെ മെസ്സേജ് വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് അടിച്ചിട്ട് പോരാം. അതൊന്നും അല്ലെങ്കിൽ 40 ചെയ്യാം, 50 ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമർക്ക് എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നുമല്ല എങ്കിൽ എന്താ ഡിഫാൾട്ടിൽ വരേണ്ടത്? കൺസോൾ റൈറ്റ് ലൈൻ നോട്ട് 10, 20 or 30. ഈ യൂസർ അടിച്ചത് 10 അല്ല, 20 അല്ല, 30. അങ്ങനെയാണ് നമ്മൾ അതിന് റിസൾട്ടായിട്ട് കൊടുക്കുക. അതായത് ഇതൊന്നും അല്ലെങ്കിൽ ഇന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ മെസ്സേജായിട്ട് പാസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ബ്രേക്ക് അടിച്ചിട്ട് എക്സിറ്റ് അടിച്ച് പോരുക. പിന്നെ കേളി ബ്രേസൊക്കെ ക്ലോസ് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം നമ്മൾ ഇഫ് എൽസ് ഇഫ് ലാഡറിനകത്ത് ഒരുപാട് കേളി ബ്രേസസ് ആണ് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ സ്വിച്ചിനകത്ത് ഫസ്റ്റും ലാസ്റ്റും മാത്രം മതി. പിന്നെ പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നിടത്ത് മാത്രം കേളി ബ്രേസ് യൂസ് ചെയ്താൽ മതി. ഇനി ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. എൻ്റർ ചെയ്യുക നമ്പർ. ഫസ്റ്റ് എന്താണ്? ഒരു നമ്പർ എൻ്റർ ചെയ്യാനാണ് പറഞ്ഞത്. യൂസർ ആയിരുന്നതിന് എന്താ എൻ്റർ ചെയ്ത്? 10 എൻ്റർ ചെയ്തു. അപ്പോൾ റിസൾട്ട് എന്താ വരിക? ഇറ്റ് ഈസ് 10. ഇനി നമുക്ക് ഡിഫോൾട്ടിൻ്റെ കേസും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 55 എൻ്റർ ചെയ്തു. അപ്പോൾ എന്താ റിസൾട്ട് വരിക? നോട്ട് 10, 20 or 30. അപ്പോൾ ഇങ്ങനെയാണ് സ്വിച്ചിൻ്റെ കോൺസെപ്റ്റ് വർക്കാവുന്നത്. കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.